എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ വലിയൊരു ഗ്രാമം കാണിക്കുന്നു. അത് മുഴുവനായിട്ടും തീ പിടിച്ച് ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ നടുക്കായിട്ട് ഇപ്പൊ വലിയൊരു കൊള്ളക്കാരുടെ ടീം തന്നെ ഇപ്പൊ കാണാൻ കഴിയും. ജനങ്ങളെല്ലാം തന്നെ പേടിച്ച് ചറപറ ഓടുമ്പോ ഗ്രാമത്തിലുള്ള ഏതോ ഒരുത്തൻ ഇപ്പൊ മലയിലൂടെ വലിഞ്ഞു കയറി ഓടുന്നതായിട്ട് മെയിൻ വില്ലൻ കാണും. അവൻ പുറകെ ഓടി വലിയൊരു കത്തി വലിച്ചൂരി അവന്റെ പുറത്തേക്ക് തന്നെ ഇപ്പൊ വലിച്ചെറിയും. കത്തി കൊണ്ടു കയറി ചോര തുളുമ്പി അവൻ താഴേക്ക് വീഴുമ്പോ അവന്റെ മകളാവട്ടെ ഇപ്പൊ ഓടി വന്ന് അച്ഛന്റെ മുമ്പിൽ കിടന്ന് കരയാൻ തുടങ്ങും. അപ്പൊ വില്ലന്റെ കൂടെ തന്നെ വേറൊരുത്തും കൂടെ കടന്നു വരും. അവന്റെ അടുത്ത് മെയിൻ വില്ലൻ ആ ഒരു ചെറിയ പെൺകുട്ടിയെ ചവിട്ടി തെറിപ്പിക്കാൻ പറയും. അവനാവട്ടെ വേണ്ട വേണ്ടെന്ന് പറയുമ്പോഴേക്കും മെയിൻ വില്ലൻ ആവട്ടെ ചാടി വീണ് ആ കൊച്ചു കുഞ്ഞിനെ ഇപ്പൊ തൊഴിച്ചെറിയും. അത് കണ്ട് അവളുടെ പപ്പയാവട്ടെ വേണ്ട വേണ്ട, ദയവ് ചെയ്ത് എന്റെ മോളെ ഒന്നും ചെയ്യരുതെന്ന് വില്ലന്റെ കാല് പിടിച്ച് അപേക്ഷിക്കും. ആ സമയത്ത് വില്ലനാവട്ടെ കത്തിയെടുത്ത് അവൻ അങ്ങനെ തന്നെ ഇപ്പൊ വെട്ടി അങ്ങോട്ട് കൊല്ലും. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവളുടെ പപ്പയെ കണ്ട് ആ ഒരു കുഞ്ഞു പെണ്ണ് കെട്ടിപ്പിടിച്ച് കരയും. അത് കണ്ട് വില്ലൻ കത്തിയെടുത്ത് അവളെയും കൊല്ലാനായിട്ട് അടുത്തേക്ക് വരുമ്പോ അവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ആ ഒരു വില്ലനെ അങ്ങനെ തന്നെ അടിച്ചു തെറിപ്പിച്ച് അവിടെ തന്നെ കൊന്നുകളയും. ആ ഒരു കൊച്ചു പെണ്ണ് അവള് പേടിച്ച് വിറച്ചിരിക്കുമ്പോ നമ്മുടെ ആളാവട്ടെ അവളുടെ അച്ഛന്റെ ഒരു ചെയിന് ഇപ്പൊ അവളുടെ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ അതേ സമയത്ത് അവളിരുന്ന പാറക്കെട്ട് അത് തകർന്ന് ഇപ്പൊ താഴേക്ക് പോകാൻ തുടങ്ങും. അവര് രണ്ടുപേരും എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അപ്പോഴത്തേക്കും ആ മല അത് മുഴുവനായിട്ട് ഇടിഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പൊ വെള്ളത്തിലേക്ക് വീഴാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് നമ്മുടെ കുട്ടപ്പനെയാണ് കാണിക്കുക. നമ്മുടെ ആള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ നദിക്കരയിലുള്ള ഒരു ബാംബൂ സ്റ്റിക്ക് പറിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ബാംബൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു അടിപൊളി നൂഡിൽസ് ഉണ്ടാക്കാനാണ് നമ്മുടെ സ്വത്തുമണി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു സാധനം ഇപ്പൊ നദിക്കരയില് പറ്റിക്കിടക്കുന്നതായിട്ട് കുട്ടപ്പൻ കാണും. അത് നോക്കി നിൽക്കുന്നതിന്റെ ഇടയില് നമ്മുടെ കുട്ടപ്പന്റെ കൈവിട്ട് അവൻ പത്തോന്നും പറഞ്ഞ് ഇപ്പൊ വെള്ളത്തിലേക്ക് വീഴും. ആ വെള്ളത്തിന്റെ മേലെ ഇപ്പൊ പറ്റിക്കിടക്കുന്ന ആള് അതാരാണെന്ന് നോക്കിയാ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു നല്ലവനായ വില്ലൻ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജിലെ ഹോസ്പിറ്റലാണ് കാണിക്കുക. ഹോസ്പിറ്റലിന് മുകളിലായിട്ട് ഇപ്പൊ ഒരുപാട് മേഘമൊക്കെ ഇരുണ്ട് കൂടി നിൽക്കുകയാണ്. വലിയൊരു മഴയ്ക്ക് വേണ്ടി ഇപ്പൊ ലീഫ് വില്ലേജ് കാത്തിരിക്കുകയാണ്. സാക്കുറ ആവട്ടെ ഇപ്പൊ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൂടെ ഒരു ടോർച്ച് അടിച്ച് മുൻപോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് അവളുടെ മുൻപിൽ എന്തോ ഒരു സാധനം വന്ന് നിൽക്കുമ്പോ അതിനെ കണ്ട് പേടിച്ച് കാറാൻ തുടങ്ങും. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ കുട്ടപ്പൻ. അവൾക്ക് കലി കയറി അവന്റെ കിടുതാപ്പിനിട്ട് ഒരു ചവിട്ട് വെച്ച് കൊടുത്തിട്ട് ചൂടാവാനായിട്ട് ആരംഭിക്കും. പക്ഷെ കുട്ടപ്പനാവട്ടെ സാക്കുറെ വൈറ്റ് ഡ്രസ്സിൽ കണ്ട് ഇപ്പൊ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ് ആവും. വാവ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ സാക്കുറ ചോദിക്കും, നിനക്ക് ഈ നൈറ്റ് ഈ ഹോസ്പിറ്റലിൽ എന്താണ് കാര്യം? അതിന് കുട്ടപ്പൻ കാണിച്ചു കൊടുക്കും, ഇവനെ എനിക്ക് തോട്ടിന്ന് കിട്ടിയതാണ്, ഇവൻ ഇതുവരെ ബോധം വീണിട്ടില്ല, നീ ദയവ് ചെയ്ത് ഇവന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവനെ സാക്കുറ ഏൽപ്പിക്കും. സാക്കുറക്കാണ് മനസ്സിലാവില്ല, എന്താടാ നീ പറയണേ? ലീഫ് വില്ലേജിലല്ലാത്ത മറ്റൊരാൾക്കും ഈ ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ കുട്ടപ്പനാവട്ടെ എനിക്ക് വേണ്ടി ദയവായിട്ട് നീ അവനെ ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടും. എന്നിട്ട് വീണ്ടും ഹായ് ആയിട്ട് അവൻ ഹോട്ടലിലേക്ക് വന്ന് വേഗം എനിക്ക് ബാംബു നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കും. അപ്പൊ ഷെഫ് പറയും, ഇത് കൊണ്ടുവന്ന് വെച്ചപാടെ അങ്ങനെ വെട്ടിപ്പുഴുങ്ങി തരാൻ പറ്റില്ല, ഇത് റെഡിയാവാൻ ഒരുപാട് ടൈം എടുക്കുമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അയ്യയ്യോ ഇപ്പൊ ഇത് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ സാക്കുറ അവിടേക്ക് വന്ന് കുട്ടപ്പനെ ചീത്ത പറഞ്ഞ് അവനെ ചെവി പിടിച്ച് തൂക്കിയെടുത്ത് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ആക്ച്വലി കുട്ടപ്പൻ തൂക്കിക്കൊണ്ടു വന്നവന് ഇപ്പൊ ഓർമ്മശക്തിയില്ല. അവന്റെ പേര് പോലും ഇപ്പൊ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയുള്ളവര് ഒരുപാട് ജിപ്സ് ഉപയോഗിക്കുമെങ്കിലും അതൊന്നും തന്നെ അവനിൽ വർക്കൗട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ് സാക്കുറ ആവട്ടെ ഇപ്പൊ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അപ്പൊ സാക്കുറ അവന്റെ ബാഗിൽ നിന്ന് എനിക്കിത് മാത്രമാണ് കിട്ടിയതെന്നും പറഞ്ഞ് പൊട്ടിപ്പോയ ഒരു ഫ്ലൂട്ട് എടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ കൈ കൊടുക്കും. അവന്റെ ബാഗില് ഇതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു റയർ പീസാണ്. അതുകൊണ്ട് കുറച്ച് തല പുണ്ണാക്കിയാല് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ക്ലൂ അവനെക്കുറിച്ച് കിട്ടാതിരിക്കില്ല. അവനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് കുട്ടപ്പൻ്റെ അടുത്ത് ഇപ്പൊ സാക്കുറ പറയും. അത് കണ്ട് കുട്ടപ്പൻ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുത്തിരിക്കും. കട്ട് ചെയ്താ അന്ന് രാത്രി ഒരുപാട് ഇടിവെട്ടുമ്പോ ഇവിടെ ആ ഒരു മുടിക്കാരൻ വില്ലനാവട്ടെ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ പുറത്തേക്ക് നോക്കും. അവന്റെ അടുത്തായിട്ട് അവന്റെ പുല്ലാങ്കുടല് ആരോ ഭംഗിയായിട്ട് ഇപ്പൊ ഒട്ടിച്ചു വെച്ചതായിട്ട് അവൻ കാണും.
പക്ഷെ അവനെക്കുറിച്ചുള്ള ഒരു കാര്യം പോലും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് വലിയൊരു ഇടി ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് വന്ന് വീഴുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ ഞെട്ടി എഴുന്നേറ്റ് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നോക്കും. കുട്ടപ്പൻ ഓടി വന്ന് ഇപ്പൊ ഹോസ്പിറ്റലിന് അടുത്തെത്തുമ്പോ ഹോസ്പിറ്റലിൽ കത്തുന്നതായിട്ടായിരിക്കും അവൻ കാണുക. സാക്കുറ ആവട്ടെ ഇപ്പൊ ഒരു സൈഡിലൂടെ പേഷ്യൻസിനെ എല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനും ബാക്കിയുള്ള ഒരുപാട് പേരും ചേർന്ന് ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗത്തും ഇപ്പൊ വെള്ളം ഒഴിച്ച് തീ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുടിയൻ വില്ലൻ അവൻ മാത്രം ആ ഒരു തീയിലേക്ക് നോക്കി നിൽക്കുമ്പോ അവൻ എന്തൊക്കെയോ ചില പഴയ ഫ്ലാഷ് ബാക്കുകള് ഇപ്പൊ ഓർമ്മ വരാൻ തുടങ്ങും. അവനാവട്ടെ ഇപ്പൊ മുട്ടുകുത്തി അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. സാക്കുറ ആവട്ടെ അകത്തേക്ക് കയറി വന്ന് ഇനി ആരെങ്കിലും ഹോസ്പിറ്റലിൽ ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ റൂമിലൂടെയും അവൾ കയറി ഇറങ്ങും. പക്ഷെ പുക കാരണം അവളാവട്ടെ ആ ഒരു മുടിയനെ മാത്രം ഇപ്പൊ ശ്രദ്ധിക്കില്ല. അങ്ങനെ സാക്കുറ പുറത്തേക്ക് വന്ന് ഇപ്പൊ ഹൊക്കാഗയോട് പറയും അകത്താരുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി റെസ്ക്യൂ ചെയ്യാം. അപ്പൊ കുട്ടപ്പൻ ഓടി വന്ന് എന്തുപറ്റി, എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോ സാക്കുറ പറയും മിന്നലായിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽ ആകെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല, പേഷ്യൻസ് എല്ലാവരും സേഫ് ആണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചുറ്റുംപുറവും മുഴുവൻ നോക്കാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും അവൻ ശ്രദ്ധിക്കുക അവൻ കൊണ്ടുവന്ന ആ ഒരു മുടിയനെ മാത്രം ഇപ്പൊ പുറത്ത് കാണില്ല. അവൻ ആ മുടിയൻ എവിടെയെന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കുമ്പോ സാക്കുറ ആവട്ടെ ആകെ പാനിക്കായിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാന്നറിയാതെ വണ്ടർ അടിച്ചു നിൽക്കും. അതേ സമയത്ത് ഏതോ ഒരു ചേച്ചി ഓടി വന്ന് എന്റെ കുഞ്ഞ് അവനകത്ത് പെട്ടുകിടക്കുകയാണെന്ന് ഇപ്പൊ കരഞ്ഞു പറയും. അപ്പോഴാണെങ്കിൽ ഭയങ്കര തീ ആ ഒരു ഹോസ്പിറ്റൽ മൊത്തം ഇപ്പൊ കത്തി അമർന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ മുടിയനാവട്ടെ അവൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ദൂരത്തായിട്ട് ഒരു കുട്ടി കരയുന്ന ശബ്ദം കേൾക്കും. അവൻ ശബ്ദം കേൾക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓടിയെടുക്കുമ്പോ അവിടെ ഒരു കുഞ്ഞ് കിടന്ന് കരയുന്ന കണ്ട അവനാവട്ടെ ആ ഒരു പുല്ലാങ്കുഴലെടുത്ത് ഇപ്പൊ ഊതാൻ തുടങ്ങും. അവൻ കരച്ചിൽ നിർത്തി കഴിയുമ്പോ കുഞ്ഞിനെ താങ്ങിയെടുത്ത് ഒരു ജനല് തകർത്ത് ഇപ്പൊ പുറത്തേക്ക് ചാടും. അവൻ അങ്ങനെ തന്നെ എടുത്തു ചാടുന്നത് ഇപ്പൊ കുട്ടപ്പനും കൂട്ടരും എല്ലാവരും അത് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ ഒരു മിനിറ്റ് ഫ്രീസ് ആയി പോവും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തു ചാടി അവനെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കും. ഒക്കാകെ കുട്ടപ്പനെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ വഴക്കു പറയാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരാൾക്ക് പോലും നമ്മുടെ ഹോസ്പിറ്റലില് അഡ്മിഷൻ ഇല്ല. ഇതറിഞ്ഞു വെച്ചിട്ടും എന്തുകൊണ്ട് നീ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യുന്നു? നീ ഒരാളെ മാത്രമാണ് കൊണ്ടുവന്നതെങ്കിൽ പോലും അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് കേട്ട് കുട്ടപ്പൻ പറയും അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ആ കുഞ്ഞിന്റെ ജീവൻ അത് രക്ഷിച്ചത് കണ്ടില്ലേ? അവന്റെ ഉള്ളില് ഒരു നല്ല മനസ്സുണ്ട്, അത് നമ്മൾ കാണണം കേട്ടോ. അവന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു. മാത്രമല്ല എന്റെ സ്പെഷ്യൽ ബാംബു നൂഡിൽസ് പോലും ഞാൻ നിനക്ക് തരാന്ന് പറയുമ്പോ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ ചെവി തൂക്കിയെടുക്കും. നിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ മിഷന് വേണ്ടി അയക്കുമ്പോ നീ മിഷനിൽ ശ്രദ്ധിക്കാതെ നിനക്ക് തോന്നും പോലെ നടക്കുകയാണോ? ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് വേണ്ടി ഞാൻ അവനെ അഡ്മിറ്റ് ചെയ്യാം. പക്ഷെ അവന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അത് നിനക്ക് മാത്രമായിരിക്കും. കുട്ടപ്പനാവട്ടെ ആ മുടിക്കാരന് ഒരുപാട് ന്യൂഡിൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന്റെ വീട്ടിലേക്ക് തന്നെ ഇപ്പൊ കൊണ്ടുവരും. വീട്ടിൽ ഒരുപാട് സാധനങ്ങള് ഇപ്പൊ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതുകൊണ്ട് കുട്ടപ്പൻ പറയും അത് കുഴപ്പമില്ല, ഇന്ന് ഒരു ദിവസത്തേക്ക് നീ അഡ്ജസ്റ്റ് ചെയ്യ്. നാളെ എന്തായാലും നിന്റെ പോയ ബ്രെയിൻ അത് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. ഇപ്പൊ നീ ഹാപ്പി ആയിട്ട് പോയി കിടന്നു പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ മുടിക്കാരൻ അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ കണ്ണു മിഴിച്ചു കിടക്കും. കുട്ടപ്പൻ രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ റൂമും വീടും എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടിരിക്കും. അത് കണ്ട് കണ്ണു തള്ളി വാവ്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ മുടിക്കാരൻ പയ്യൻ അവിടെ മുഴുവൻ ക്ലീൻ ചെയ്ത് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പന്റെ കീറിയ ജട്ടി അലക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അയ്യോ ഇതൊന്നും നീ ചെയ്യണ്ട, എന്റെ സർവന്റ് 2 ദിവസത്തേക്ക് ലീവാണ്, അവര് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ചെയ്തോളും, അതുകൊണ്ട് നീ ഇതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഒരു ഓസ്കാർ ആക്ടിങ്ങും കൊടുത്ത് അവനെയും കൂട്ടി മെമ്മറി തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പൊ ടൗണിലൂടെ നടക്കാൻ തുടങ്ങും. കുട്ടപ്പൻ അവിടെ ഉണ്ടായിരുന്ന കുറെ കേക്ക് കാണിച്ചു കൊടുത്തിട്ട് നീ പണ്ടെങ്ങാനും ഇതൊക്കെ തിന്നതായിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അതിന് മുടിക്കാരൻ പറയും എനിക്ക് പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർത്തെടുക്കാൻ ആഗ്രഹമില്ല, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് രണ്ടുപേരും നടന്നു വരുമ്പോ ഒരമ്മൂമ്മയാവട്ടെ വെള്ളം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കണ്ട് മുടിക്കാരൻ ഓടി വന്ന്
ആ 2 വെള്ളവും അങ്ങനെ തൂക്കിയെടുത്ത് അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. അമ്മൂമ്മയുടെ വീട് കാണുമ്പോ അതിന് ചുറ്റും ഇപ്പൊ ഒരുപാട് പുല്ല് വളർന്നു നിൽക്കുന്നതായിട്ട് മുടിക്കാരൻ കാണും. അവൻ ഉടനെ അതെല്ലാം പിഴുതെറിയുമ്പോ കുട്ടപ്പനും അവന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. പണിയെടുത്ത് നടുവൊടിഞ്ഞ് കുട്ടപ്പൻ ഒരു മൂലക്കിരിക്കുമ്പോ ആ ഒരു മുടിക്കാരൻ അവൻ കുട്ടപ്പനോട് പറയും, അടുത്തുള്ള വീട്ടിലും 2 പ്രായമായിട്ടുള്ളവരാണ്, നമുക്ക് അവരെ കൂടി സഹായിച്ചാലോ എന്ന് ചോദിക്കുമ്പോ കുട്ടപ്പനാവട്ടെ കണ്ണു തള്ളി നിനക്ക് പ്രാന്താടാ എന്ന് അവനോട് പറയും. ഇവിടെ ഹൊക്കാഗയുടെ ഓഫീസില് ഇപ്പൊ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ട് നിറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ്. ആ ഗിഫ്റ്റുകള് ഹൊക്കാഗയ്ക്ക് വന്നതല്ല, മറിച്ച് ഗ്രാമത്തിൽ ഒരുപാട് വർക്ക് ചെയ്തതുകൊണ്ട് ഗ്രാമത്തിലെ ആളുകള് കുട്ടപ്പനും മുടിയനും വേണ്ടി അയച്ച ഗിഫ്റ്റുകളാണ് ഇപ്പൊ ഹൊക്കാഗയ്ക്ക് കിട്ടിയത്. കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനും മുടിയനും സ്റ്റോൺ ഫേസ് ക്ലിയർ ആക്കുന്ന സമയത്ത് കുട്ടപ്പന്റെ കയ്യിലേക്ക് ഇപ്പൊ ഒരുപാട് ബ്ലഡ് അങ്ങനെ വന്ന് വീഴും. അവൻ മുകളിലേക്ക് നോക്കുമ്പോ ആരോ താഴേക്ക് വീഴുന്ന കണ്ട കുട്ടപ്പനാവട്ടെ അവന്റെ അടുത്തേക്ക് ചാടി വീണ് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് സേഫ് ആയിട്ട് താഴെ ഇറക്കും. അവനെ ഒരു മൂലയ്ക്ക് പിടിച്ചിരുത്തി, അയ്യോ നിനക്ക് എന്തു പറ്റി, ഞാൻ ആംബുലൻസ് വിളിക്കണമെന്ന് ചോദിക്കുമ്പോ അവൻ പറയും, എന്നെ ആരൊക്കെയോ ചേർന്ന് ഇപ്പൊ അറ്റാക്ക് ചെയ്തു. അത് കേട്ട് കലി കയറിയ കുട്ടപ്പനാവട്ടെ മുടിയനോട് അവനെ നോക്കാൻ പറഞ്ഞ് ഇപ്പൊ ആ മലയുടെ മേലേക്ക് അവൻ വലിഞ്ഞു കയറും. അപ്പൊ ഒരുപാട് കത്തികള് അറഞ്ചം പൊറഞ്ചം കുട്ടപ്പന്റെ നേർക്ക് വരുമ്പോ അവനാവട്ടെ നിക്കറും പൊക്കി 100-110 ഓടാൻ തുടങ്ങും. അപ്പം മുടിക്കാരൻ അവനും ആ കാട്ടിലേക്ക് കയറി വന്ന് ഇപ്പൊ അവന്റെ ഫ്ലൂട്ട് എടുത്ത് പതിയെ വായിക്കാൻ തുടങ്ങും. ഫ്ലൂട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലെ ആ ഒരു ചക്ര പവർ അത് കൂടി വരുന്നതായിട്ട് അവന് മനസ്സിലാവും. കുട്ടപ്പനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവനാവട്ടെ ആ ഒരു പവറിൽ പറന്നു ചെന്ന് മറഞ്ഞിരുന്ന വില്ലന്റെ പുറകെ പോയി അങ്ങനെ തന്നെ അവനെ കത്തിയെറിഞ്ഞ് താഴെ വീഴ്ത്തും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ വില്ലന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി കുട്ടപ്പൻ അടുത്തേക്ക് വരുമ്പോ അത് വെറും മരക്കട്ടയായിരിക്കും. ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് കുട്ടപ്പൻ കണ്ണു തള്ളി പുറകിലേക്ക് നോക്കുമ്പോ നമ്മുടെ മുടിക്കാരൻ പയ്യൻ അവന്റെ തൊട്ടു പുറകില് ഇപ്പൊ വന്ന് നിൽക്കും. കുട്ടപ്പനാവട്ടെ ആകെ കൺഫ്യൂഷനായിട്ട് ഇപ്പൊ വണ്ടറടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.